കഴിക്കാൻ നല്ല ടേസ്റ്റ്. അപ്പോൾ ഉണ്ണിയപ്പത്തിനുള്ള അരി 2 മണിക്കൂർ കുതിർത്ത് വെച്ചത് പച്ചരി കേട്ടോ, 2 കപ്പിൽ. 1 സ്പൂണ് ജീരകം, 2 ഏലക്കായ ഇതിൻ്റെ അരിൻ്റെ കൂടെ നമ്മൾ ചേർത്ത് വെച്ചിട്ടുണ്ട്. 2 നേന്ത്രപ്പഴമാണ് എടുത്തിരിക്കുന്നത്. പിന്നെ 1 കപ്പിൽ വെള്ളം ഉരുക്കി വെച്ചേക്കുന്നത്. നമ്മളിത് കഴിഞ്ഞ ദിവസം ഉരുക്കിയിട്ട് ഫ്രിഡ്ജിൽ തണുക്കാൻ വെച്ചേക്കുന്നതാണ്. അപ്പോൾ ഈ ഒരു കപ്പിൽ വെള്ളം ഉരുക്കിയത്. പിന്നെ അതേ 1 കപ്പിൽ നമ്മൾ എടുത്തിരിക്കുന്നത് മൈദയാണ്. കപ്പ് ഫുള്ളില്ല, കുറച്ചുള്ളൂ കേട്ടോ, ഫുള്ള് നിറയാനില്ല. അപ്പം നമ്മൾ പിന്നെ ഞങ്ങളിത് മീഷോന്ന് വാങ്ങിയതാണ് കേട്ടോ, വെയ്റ്റ്ലെസ് ആണ്. പിന്നെ ഇത് കണ്ടിട്ടാണ് ഞങ്ങൾ ഉണ്ണിയപ്പം ചുടണം എന്നുള്ള മോഹം. വീട്ടിലേ ഉണ്ട്, പക്ഷേ നല്ല വെയിറ്റ് ഉള്ളതാണ്. ഇത് വെയിറ്റ് കുറവാണ്. അപ്പോൾ ഇതിൽ നമ്മളൊരു പ്രാവശ്യം ഉണ്ടാക്കി നന്നായിട്ടുണ്ട്. അപ്പോൾ ഇത് ചുടുന്നൊന്ന് കാണിച്ചു തരാം കേട്ടോ. ഇത് നമ്മൾ മിക്സീൻ്റെ ജാറിലേക്ക് ഇട്ടു. അതിലിപ്പോൾ മധുരം നിങ്ങൾക്ക് ആവശ്യമുള്ളത് ചേർക്കാം കേട്ടോ. അപ്പോൾ ഇതിലേക്ക് തന്നെ നമ്മൾ ഒഴിക്കുകയാണിത്. ഇത് കഴിഞ്ഞ ദിവസം ഉരുക്കി റെഡിയാക്കി ഫ്രിഡ്ജിൽ വെച്ചതാണ്. അപ്പോൾ നമ്മൾ ആവശ്യത്തിനുള്ള ഇതിൽ ചേർത്തു. ഇതിൽ നമ്മൾ ഇത് അരച്ചൊന്ന് റെഡിയാക്കി ഇടും. അപ്പോൾ ഇത് നമുക്ക് അരച്ച് റെഡിയാക്കി. അപ്പോൾ അരി അരച്ചിട്ട് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് നമ്മൾ അരിഞ്ഞ് വെച്ചിരിക്കുന്ന നേന്ത്രപ്പഴം അങ്ങോട്ട് ഇടുവാണ്. അരച്ചെടുത്തത് ഇതാ ഈ പരുവത്തിലായി. അപ്പോൾ ഇത് നമുക്കൊരു പാത്രത്തിലേക്ക് ഒഴിച്ച് വെക്കാം. ഈ ഒരു ഇതിലാണ് കേട്ടോ കിട്ടേണ്ടത്. അരച്ച് വരുമ്പോൾ അധികം ലൂസായി പോവരുത്, പിന്നെ ഓവർ കട്ടിയാവരുത്. വറുത്ത തേങ്ങ നമ്മൾ ഇതിലേക്ക് ചേർക്കുക. തട്ടല്ലേ എന്തിന്നായി മീഷോന്ന് വാങ്ങിയ കുയ്യപ്പച്ചട്ടിയിൽ നമ്മൾ എണ്ണ ഒഴിച്ചു തിളയ്ക്കുന്നുണ്ട് കേട്ടോ. മറിച്ചിട്ടു ഗായ്സ്, മറിച്ചിട്ടു. നിങ്ങളെന്നാ കളിക്കുന്ന രണ്ടാളും കൂടി? നല്ല അടിപൊളി ഉണ്ണിയപ്പം ഇവിടെ റെഡി ആയിട്ടുണ്ട്. റെഡിയാക്കില്ല, ഇപ്പം റെഡിയാവും. നമ്മുടെ പെർഫെക്റ്റ് ഉണ്ണിയപ്പം.